കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലെയും കേരള രാഷ്ട്രീയ ചരിത്രത്തിലെയും ഒരു സമര നൂറ്റാണ്ടിന് വിരാമമായിരിക്കുന്നു. വി.എസ്. അച്യുതാനന്ദൻ ജ്വലിക്കുന്ന ഓർമ്മയായി. ജനങ്ങൾക്ക് വേണ്ടി ജീവിതം തന്നെ സമരമാക്കിയ നേതാവായിരുന്നു വി.എസ്. എന്ന ജനനായകൻ. സ്വാതന്ത്ര്യ സമരകാലം മുതൽ തുടങ്ങിയ പോരാട്ടം സ്വന്തം പ്രജ്ഞ മറയും വരെ അദ്ദേഹം തുടർന്നു. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ട അദ്ദേഹം ജനഹൃദയങ്ങളിലെ ആവേശക്കുതിപ്പായിരുന്നു. വി.എസ്. എന്നത് ഒരു പേരല്ല, ആശയമായി ജനങ്ങൾ കണക്കാക്കിയിരുന്നു. കണ്ണീർ കരളെ വി.എസ്. എന്ന മുദ്രാവാക്യത്തിൽ നിസ്സഹായരായ ഒരു ജനതയുടെ മുഴുവൻ ആശ്രയവും പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് ഓർക്കുന്നത് തന്നെ ഒരു ധൈര്യമായിരുന്നുവെന്ന് പറയുന്ന അനേകം സാധാരണക്കാരുണ്ടായിരുന്നു ഇന്നലെ ഈ കേരളത്തിൽ. ഇനി അതില്ല. 20-ാം വയസ്സിലും 100 വയസ്സിലും പാർട്ടി അംഗമായി ജീവിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു വി.എസ്. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് വി.എസ്. തന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ കുട്ടനാട്ടിലേക്ക് വി.എസിനെ അയക്കുന്നത് കൃഷ്ണപിള്ളയായിരുന്നു. തൊഴിലാളികളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവർക്ക് മനസ്സിലാവുന്ന ശൈലിയിലായിരുന്നു വി.എസ്. സംസാരിച്ചത്. പിന്നീട് പാർട്ടിയിലും അധികാരത്തിലും ഉന്നത ശ്രേണിയിലെത്തിയപ്പോഴും വി.എസ്. ആ ശൈലി ഉപേക്ഷിച്ചില്ല. 80 വർഷത്തിലധികം നീണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിലപാടുകളിൽ കടുകിട വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത നേതാവായിരുന്നു വി.എസ്. കേരള രാഷ്ട്രീയത്തിൽ അചഞ്ചലമായ നിലപാടുകളുടെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു വി.എസ്. എന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. വേലിക്കകത്ത് നിൽക്കാതെ വേറിട്ട നിലപാടുകളുമായി ഒറ്റയ്ക്ക് പൊരുതിയ ആ ജീവിതം കേരളത്തിന്റെ രാഷ്ട്രീയ മനസാക്ഷിയായിരുന്നു. ഉപചാരങ്ങളുടെ തൊങ്ങലുകളും പൊടിപ്പുകളുമില്ലാത്ത തനി പരുക്കനായ ഒരു പച്ച മനുഷ്യൻ. സംഘബലത്തെ ചങ്കൂറ്റം കൊണ്ട് നേരിടാമെന്ന് തെളിയിച്ച കമ്മ്യൂണിസ്റ്റ്. ഒറ്റ ചങ്കേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ചങ്കൂറ്റം കൊണ്ട് അദ്ദേഹം വർഗീയ ശത്രുക്കളെയും സ്വന്തം പാർട്ടിയുടെ തന്നെ ചില നിലപാടുകളെയും ഒറ്റയ്ക്ക് എതിർത്തു. അപ്പോൾ ജനം അദ്ദേഹത്തെ നെഞ്ചേറ്റി. ആരാധകരെയോ അനുയായികളെയോ കൂട്ടാൻ ഒന്നും ചെയ്തിട്ടില്ല വി.എസ്. പക്ഷേ അവർ അദ്ദേഹത്തെ തേടിയെത്തി. കാരണം വി.എസ്. എന്നത് അത്രമേൽ കേരളം ആഗ്രഹിച്ചിരുന്ന ഒരു പ്രതിഭാസമായിരുന്നു. നീതിക്ക് വേണ്ടി ഉറച്ചു നിൽക്കുന്ന, മരിക്കാൻ വരെ തയ്യാറായ ഒരാൾ. വി.എസിന്റെ വിയോജനങ്ങൾ പാർട്ടിയിലെ പ്രയോജനവാദികളെ ചൂടിപ്പിച്ചു. സ്വന്തം പാർട്ടിയിൽ അനഭിമതനായപ്പോൾ കേരളത്തിലെ മുഴുവൻ നാട്ടുകാരുടെ മുഴുവൻ കണ്ണും കരളുമായി. പാർട്ടിക്ക് അതീതനായി വളർന്നു വന്ന ആ വൻമരത്തെ ഭീഷണിയായി കണ്ടതിനാലാവാം 2ാം വട്ടം മുഖ്യമന്ത്രി ആവാമായിരുന്നിട്ടും പാർട്ടി അദ്ദേഹത്തെ വെട്ടി. പക്ഷേ മുഖ്യമന്ത്രിയായ വി.എസിനേക്കാൾ ജനം ഇഷ്ടപ്പെട്ടത് മുഖ്യമന്ത്രി അല്ലാതിരുന്ന വി.എസിനെ ആയിരുന്നു. അവർ പറയാൻ ആഗ്രഹിച്ചത്, അവർ ചെയ്യാൻ ആഗ്രഹിച്ചത് വി.എസ്. നിർഭയം ചെയ്തു. ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വടകരയിലെത്തിയ വി.എസ്. കെ രമയെ ആശ്വസിപ്പിക്കുന്ന കാഴ്ച കേരളം കണ്ടതാണ്. വി.എസിന്റെ പല നിലപാടുകളും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. പക്ഷേ അദ്ദേഹം എന്നും ജനപക്ഷത്തായിരുന്നു. പാർട്ടിക്ക് അനഭിമതനായിരുന്നപ്പോഴും നടപടി നേരിട്ടപ്പോഴും അതിനൊക്കെ അപ്പുറം എത്രയോ ആരാധകർ അദ്ദേഹത്തെ നെഞ്ചേറ്റി. വെട്ടിനിരത്തുകാരൻ, വരട്ടു തത്വവാദി തുടങ്ങിയ ഇമേജുകളിൽ നിന്ന് നിലപാടുകളുടെ ചക്രവർത്തിയായി വി.എസ്. മാറിയത് പെട്ടെന്നായിരുന്നു. പ്രതിപക്ഷ നേതാവായി, മുഖ്യമന്ത്രിയായി, ജനകീയ നേതാവായി വി.എസ്. പകർന്നാടി. കാടും മേടും കടന്ന് നീതിക്ക് വേണ്ടി വി.എസ്. നടത്തിയ പോരാട്ടങ്ങൾ തടയാൻ ആർക്കും ഒന്നിനുമായില്ല. മുല്ലപ്പെരിയാർ, മതികെട്ടാൻ, പറമ്പിക്കുളം, പൂയംകുട്ടി, കിളിരൂർ, കവിയൂർ, മുത്തങ്ങ, അങ്ങനെ മണ്ണും മനുഷ്യനും നൊന്തയിടത്തൊക്കെ വി.എസ്. ഓടിയെത്തി. ജനമനസ്സുകളിൽ നിലപാടുകളുടെ മഹാസമുദ്രമായിരുന്നു അദ്ദേഹം. ഇനിയില്ല അതുപോലൊരാൾ. ലാൽ സലാം സഖാവേ.